അത് മാത്രമല്ല, അത് CPM ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ അത് സ്വരാജിനെ തന്നെ ആവുമ്പോൾ അതിനകത്ത് കുറേ അർത്ഥമുണ്ട്. ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സ്വരാജ് നാട്ടുകാരനല്ലേ? മെനഞ്ഞാന്നല്ല അദ്ദേഹം നാട്ടുകാരനായത്, അദ്ദേഹം നേരത്തെ നാട്ടുകാരനാണ്. അൻവർ ഇവിടെ മത്സരിക്കുമ്പോഴും അദ്ദേഹം നിലമ്പൂർക്കാരനാണ്. പിന്നെ എന്തിനാണ് അൻവറിനെ നിർത്തിയിരുന്നത്? സ്വരാജിന് എന്തിനാണ് പിന്നെ തൃപ്പൂണിത്തറയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചത്? റിയാസിന് ഈ സ്ഥാനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ സ്വരാജ് പാടില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. അദ്ദേഹം ഇവിടെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് പിന്നെ സ്വരാജിനെ നിർത്തിയത് എന്തിനാണ് എന്ന്. അൻവർ MLA സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ നിലമ്പൂരിലെ രാഷ്ട്രീയ ചർച്ചകളും ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുകയുന്നതിനിടയ്ക്കാണ് മനോരമയിൽ ഒരു ചെറിയ കോളം വാർത്ത വന്നത്. അത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ സ്വരാജ് മത്സരിക്കാതിരിക്കാൻ നേതാക്കളെ പോയി കാണുന്നു എന്നതാണ്. എന്നാൽ സ്വരാജിനെ എങ്ങനെയെങ്കിലും മത്സരിപ്പിച്ചുകൊണ്ട് നിലമ്പൂരിലിട്ടു തന്നെ സ്വരാജിനെ തീർക്കണം എന്നായിരുന്നു മന്ത്രി റിയാസിന്റെ കണക്കുകൂട്ടൽ. അങ്ങനെ സ്വരാജിനെ തട്ടിമാറ്റിക്കൊണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുക. ഇത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് സ്വരാജ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദനെ അടക്കം പോയി കണ്ടത്. അതുകൊണ്ട് കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും 5 ദിവസം വരെ ആയിട്ടും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിക്കാതെ ഇന്നലെ വരെ അവർക്ക് എത്തേണ്ടി വന്നത്. എന്നാൽ ഒടുക്കം പാർട്ടി ചിഹ്നമെന്ന അഭിമാന പോരാട്ടത്തിൽ സ്വരാജിന് ബലിയാടാകേണ്ടി വന്നു എന്നുള്ളതാണ്. പിണറായി വിരുദ്ധതയിൽ മുന്നിൽ നിൽക്കുന്ന സ്വരാജിനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയാക്കൽ. കൃത്യമായി ആ കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന വീഡിയോ ഒന്ന് കാണാം. അത് മാത്രമല്ല, അത് CPM ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ അത് സ്വരാജിനെ തന്നെ ആവുമ്പോൾ അതിനകത്ത് കുറേ അർത്ഥമുണ്ട്. ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സ്വരാജ് നാട്ടുകാരനല്ലേ? മെനഞ്ഞാന്നല്ല അദ്ദേഹം നാട്ടുകാരനായത്, അദ്ദേഹം നേരത്തെ നാട്ടുകാരനാണ്. അൻവർ ഇവിടെ മത്സരിക്കുമ്പോഴും അദ്ദേഹം നിലമ്പൂർക്കാരനാണ്. പിന്നെ എന്തിനാണ് അൻവറിനെ നിർത്തിയിരുന്നത്? സ്വരാജിന് എന്തിനാണ് പിന്നെ തൃപ്പൂണിത്തറയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചത്? റിയാസിന് ഈ സ്ഥാനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ സ്വരാജ് പാടില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. അദ്ദേഹം ഇവിടെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് പിന്നെ സ്വരാജിനെ നിർത്തിയത് എന്തിനാണ് എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. ഇന്നിപ്പം AP അനിൽകുമാർ വാർത്താ സമ്മേളനം വിളിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വരാജിന് ഇവിടെ സ്ഥാനാർത്ഥിത്വം കൊടുത്തത് ഒരു തെറ്റുതിരുത്തലിന്റെ ഭാഗമായിട്ടാണ് എന്ന്. അങ്ങനെ ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, തെറ്റുതിരുത്തൽ മാത്രമായിരിക്കണം എൻ്റെ വിചാരമില്ല. കാരണം എന്താ വെച്ചാൽ CPM-നകത്ത് നടക്കുന്ന പിണറായി വിരുദ്ധ പോരാട്ടങ്ങളിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരാളാണ് ഇപ്പോൾ സ്വരാജ്. അത് ഇനി അങ്ങനെ വേണ്ട, പൂർണ്ണമായി തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണെങ്കിലോ, സ്വരാജിനെ തീർക്കണമെന്ന് വിചാരിച്ചാണെങ്കിലോ. കാരണം പിണറായി വിരുദ്ധമായ ഒരു പോരാട്ടത്തിന് ഇപ്പോൾ CPM-നകത്ത് പിന്നെ പിണറായിയുടെ എല്ലാ ഞാൻ പറഞ്ഞല്ലോ ഒരു ബദൽ വെക്കാവുന്ന എല്ലാ രാഷ്ട്രീയപരമായ ബോഡി ലാംഗ്വേജും രീതികളും സമാന സ്വഭാവങ്ങളൊക്കെ ഉള്ള ഒരാളെ തന്നെ അദ്ദേഹം വളർത്താൻ സമ്മതിക്കില്ല. സ്വാഭാവികമായിട്ട് അവസാനിപ്പിക്കാനാവാം. മറ്റൊന്ന്, ഈ ഇടത് സൈബർ ഗ്രൂപ്പുകൾ ഈ ആര്യാടൻ ഷൗക്കത്ത് പാണക്കാട് തങ്ങൾക്കെതിരെയും ലീഗ് നേതാക്കൾക്കുമെതിരെയൊക്കെ പറഞ്ഞ പരാമർശങ്ങളൊക്കെ കുത്തിപ്പൊക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ താങ്കൾ ആര്യാടൻ മുഹമ്മദിനെതിരെ നടത്തിയ പ്രസംഗങ്ങളുമൊക്കെ കുത്തിപ്പൊക്കുന്നുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ചർച്ചാ വിഷയമായി മാറുമോ? ഈ നിലപാടില്ലായ്മ, നിങ്ങൾ നിലപാടില്ലായ്മയാണത്, നിലപാടാണത്. ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയാം, ഞാൻ പറയട്ടെ, ആര്യാടൻ ഷൗക്കത്ത് പറയുന്ന സ്ഥാനാർത്ഥിയായിട്ട് UDF-ൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഞങ്ങളുടെ മിനിമം പരിപാടിയുടെ പേരിലാണ് ഒരു മുന്നണി എന്നുള്ള നിലക്ക് കോൺഗ്രസിനെ ലീഗിനെ കോൺഗ്രസും പിന്തുണക്കുന്നത്. അല്ലാതെ എല്ലാ കാര്യങ്ങളിലും സറണ്ടർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കീജയ് വിളിക്കാനല്ല. ഇടതുപക്ഷത്തിനൊരു മുതലാളിയേ ഉള്ളൂ, അത് പിണറായി വിജയനാണ്. UDF-ന് അങ്ങനെയല്ല. UDF-ന് ഓരോ പാർട്ടിക്കും നേതാക്കന്മാരുണ്ട്, ഓരോ പാർട്ടിക്കും നിലപാടുണ്ട്. ആ നിലപാടുകൾക്കെതിരെ മുന്നണിക്ക് അകത്തുനിന്ന് വരുമ്പോഴും മുന്നണിക്ക് പുറത്തുനിന്ന് വരുമ്പോഴും ഒരേപോലെ പറയും. ആര്യാടൻ ഷൗക്കത്തിനോടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഈ മത്സരത്തിൻ്റെതല്ലാത്ത വിഷയത്തിൽ ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ധൈര്യവും തൻ്റെ ഇടവും അതിൻ്റെ കൂട്ടായ്മയുടെയും പേരാണ് UDF എന്ന് പറയുന്നത്. മുതലാളിയുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന മുതലാളിത്ത സ്വഭാവത്തിൻ്റെ പേരാണ് LDF എന്ന് പറയുന്നത്. ഞങ്ങൾക്കതുകൊണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളെ കുത്തിപ്പൊക്കേണ്ടൊന്നും ആവശ്യമില്ല. എൻ്റെ പൊമയില്ലാത്ത പോലും ഉണ്ട് ഞാൻ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങൾ. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നാധിഷ്ഠിതമാണ്. അത് പറയാൻ ഒരു മടിയും UDF-ലെ ഒരു പാർട്ടിക്കുമില്ല. അപ്പോൾ നിങ്ങൾ കോൺഗ്രസിനകത്തെ വ്യത്യസ്ത അഭിപ്രായങ്ങളില്ലേ? ആ അഭിപ്രായങ്ങൾ എന്താണ്? ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ടാണ്. അതൊരു മുതലാളിത്ത പാർട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിൻ്റെ കുഴപ്പമാണത്. ഈ BJP-ക്ക് ഇപ്പോഴും ഒരു സ്ഥാനാർത്ഥി ആയിട്ടുണ്ട്, അവരിങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത് വരുമ്പോൾ 2021 ഒരു വോട്ട് കച്ചവടം നേരത്തെ UDF ആരോപിക്കുന്നതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അല്ല, BJP-യുടെ ലാഗിങ്ങിനകത്ത് വലിയ ചർച്ചകളുണ്ട്. കാരണം BJP-യുടെ അകത്ത് തന്നെ വലിയ ചർച്ച. ഞാൻ BJP-യിലെ പല ആളുകൾ സംസാരിക്കുമ്പോഴൊക്കെ പറയുന്ന ചില ചർച്ചകൾ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പതുങ്ങിയിരിക്കലാണ്. നിങ്ങൾ ഉറപ്പിച്ച് വെച്ചോളൂ, BJP-ക്കല്ല കാൻഡിഡേറ്റ് വരാൻ പോകുന്നത്, BDJS-നാണ്. BDJS-ന് കാൻഡിഡേറ്റ് വരുമ്പോൾ ഇവിടെ വരാൻ പോകുന്ന വോട്ടിൽ നടക്കുന്ന ധ്രുവീകരണങ്ങൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ മനസ്സിലാവും. ഞാനിതിപ്പോൾ പറയുന്നില്ല. പക്ഷേ ദൂരവ്യാപകമായ ഒരു വോട്ട് കച്ചവടത്തിൻ്റെ സാധ്യത BDJS-ന് കൊടുക്കുന്നതോടുകൂടി തന്നെ BJP ഉറപ്പിക്കും. അത് കാണാം, അതായിരിക്കും അജണ്ട. BDJS-ൻ്റെ സ്ഥാനാർത്ഥിയാക്കുന്നത് വഴി BJP ലക്ഷ്യമിടുന്നത് BJP-ക്ക് വരേണ്ടുന്ന വോട്ടുകൾ CPM-ലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ്, ഒരു സംശയമില്ല.
SDP അടക്കമുള്ള കക്ഷികളും മത്സരരംഗത്തേക്ക് ഇറങ്ങി. അല്ല, അങ്ങനെ കുറേ ആളുകളുണ്ട്. അപ്പോൾ അതിപ്പോൾ കുറേ ആയിട്ട് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കുറേ ഘടകങ്ങളുണ്ടല്ലോ, SDPA പോലെയൊക്കെയുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമല്ലേ. ഞാൻ വീണ്ടും പറയുന്നത് നിലമ്പൂരിലെ രാഷ്ട്രീയ വിഷയങ്ങൾ അൻവർ ഉയർത്തിവിട്ട രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. അൻവർ ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണിത്. അതുകൊണ്ട് ആ രാഷ്ട്രീയ വിഷയങ്ങൾക്കകത്തിരുന്ന് തന്നെയാണ് നിലമ്പൂർ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾ അൻവർ ഉയർത്തിയതുകൊണ്ട് അയാൾ എവിടെ നിന്നാലും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കാൻ കഴിയും. കാരണം അത് റെലവൻ്റ് ആണ് എന്നതുകൊണ്ടാണ്. അപ്പോൾ അൻവർ നമ്മുടെ അങ്ങനെയാണെങ്കിൽ UDFന്റെ കൂടെ വേണം എന്നുകൂടി ഇല്ലേ അതിനർത്ഥം? അല്ല, വേണ്ടാന്ന് ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. അൻവർ UDFന്റെ കൂടെ വേണ്ടാന്ന് ആരാ പറഞ്ഞത്? ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ തീരുമാനിക്കേണ്ടത് അൻവറാണെന്ന് മാത്രം. അതിന് പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു കാര്യമില്ല, ഈ സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള പരാമർശങ്ങളൊക്കെ പിൻവലിച്ചിട്ട് പിന്തുണ. അല്ല, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ലേ, അത് അദ്ദേഹത്തോട് ചോദിക്കുന്നത് നന്നാവുക. ഞാൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പിന്നെ എന്താണെന്നും പിന്നെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തോട് അൻവറിൻ്റെ വിഷയത്തിൽ എന്നല്ല ഞാൻ പറയുന്നത്, അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ പോസിറ്റീവായ തീരുമാനം ഉണ്ടാവും. അത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടെ. അത് 19 അല്ല, അത് വേറെ വിഷയമാണ്. അൻവർ ഏതായാലും അൻവറിനറിയാം. അൻവർ അങ്ങനെ ഒരു പിന്നെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ നല്ല രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അബദ്ധജടിലമായ തീരുമാനമൊന്നും അൻവർ എടുക്കില്ല. അൻവർ ഇപ്പോൾ എടുത്ത തീരുമാനം തന്നെ ഇവിടെ രാജിവെക്കാൻ അദ്ദേഹം കാണിച്ചൊരു രാഷ്ട്രീയ മര്യാദയും മാന്യതയുണ്ട്. ആ മാന്യത അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പ് സമീപനങ്ങളിലും എടുക്കും തന്നെ ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ ശരിക ഇപ്പം ഇതിലെ ഇപ്പം നേരത്തെ SDPന്റെ കാര്യം പറഞ്ഞു, അങ്ങനെ പല ആൾക്കാരും ഉണ്ടാവുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നിലമ്പൂരിൽ കഴിഞ്ഞ തവണ 2500 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷത്തിലാണ് അൻവർ ഇവിടുന്ന് ജയിച്ച്. അതെ. എന്നാൽ അതേ സമയത്ത് കഴിഞ്ഞ തവണ SDPIക്ക് 3000-ലധികം വോട്ട് സ്വന്തമാക്കാനും പറ്റിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ വെൽഫെയർ പാർട്ടി, അതുപോലെ തന്നെ ഇത്തവണ വ്യാപാരി വ്യവസായി, അതുപോലെ തന്നെ റോഡ് ഈ ബൈപ്പാസ് കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞ് കുറെ അധികം സംഘടനകൾ ഇത്തവണ ഇറങ്ങുന്നുണ്ട്. അപ്പം ഇവരുടെയൊക്കെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ആർക്കായിരിക്കും നഷ്ടം? അല്ല, അങ്ങനെ ഇതിൽ നിങ്ങൾ ഈ പറയുന്ന ഘടകങ്ങളിൽ ഏതെങ്കിലും വോട്ടുകളെ ആശ്രയിച്ചിട്ടോ അവരുടെ നിലപാടുകളെ ആശ്രയിച്ചിട്ടോ അല്ല ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏത് സ്ഥാനാർത്ഥി ഇവിടെ നിർത്തിയാലും ഇവിടെ 2 സ്ഥാനാർത്ഥികൾ തമ്മിലാണ് മുഖ്യമായ തെരഞ്ഞെടുപ്പ് നടക്കുക. ബാക്കിയുള്ള വോട്ടുകളൊക്കെ അവരുടെ ഇടപാടുകളും നിലപാടുകളും അനുസരിച്ചിട്ട് മാറുക. അതാ ഞാൻ പറഞ്ഞത്, BJP പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഘടകമാവില്ല. BJPയുടെ വോട്ട് ഘടകമാവും. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടല്ലോ. രാഷ്ട്രീയം എന്നുള്ള നിലയ്ക്ക് BJP തെരഞ്ഞെടുപ്പിൽ ഘടകമാവില്ല, പക്ഷേ BJPയുടെ വോട്ട് ഘടകമാവും. അതുപോലെ ഓരോ പാർട്ടികളുടെയും ചെറു കക്ഷികളുടേത് പോലും അവരുടെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുടെ ഒരു പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇവിടെ LDFും UDFും തമ്മിൽ തന്നെയാണ് മത്സരം. ആ മത്സരത്തിലേക്ക് ഈ വോട്ടുകൾ എങ്ങനെ കച്ചവടം ചെയ്യപ്പെടുന്നോ അല്ലെങ്കിൽ മാറ്റപ്പെടുമോ ചെയ്യപ്പെടുമോ എന്നുള്ളത് നമുക്കൊന്ന് കാത്തിരുന്നിട്ട് കാണാം.